ഇന്ന് ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു കുറച്ച് ബൂസ്റ്റ് കുക്കീസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 150 ഗ്രാം ബട്ടറ, നെയ്യ അല്ലെങ്കിൽ ഡാൽഡ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അതെടുക്കുക. അതിലേക്ക് 125 ഗ്രാം പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കി, പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ബീറ്റർ ഉപയോഗിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു കേട്ടോ. കൈ കൊണ്ട് കുഴയ്ക്കണമെങ്കിൽ കുഴയ്ക്കാം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഇത് ഈ ഇപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ആണല്ലോ, നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് ആ സമയത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല കട്ടയായിട്ടിരുന്നായിരുന്നു, റൂം ടെമ്പറേച്ചറിലായിരുന്നു. എന്നാലും നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 250 ഗ്രാം മൈദ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതും ഞാൻ ബീറ്റർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവന്നു. പിന്നെ അതിലേക്ക് 5 രൂപയുടെ 3 ബൂസ്റ്റിൻ്റെ സാഷയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇടുന്നത് കേട്ടോ. ഇത്ര മതി, കൂടുതലായ ഭയങ്കര കുത്തായിരിക്കും ബൂസ്റ്റിൻ്റെ. അപ്പോൾ അതും കൂടി ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ പാത്രത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കി, സക്സസ് ആയില്ല കേട്ടോ. കാരണം പാത്രത്തിൽ വിചാരിച്ച പോലെ അങ്ങോട്ട് കുഴയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ഒന്ന് വെള്ളം വെച്ച് തുടച്ച്, പിന്നെ വെച്ചിട്ടല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി കൊണ്ട് എടുത്ത് നന്നായി തുടച്ചിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. നന്നായി കുഴച്ചതിന് ശേഷം നമ്മുടെ ചപ്പാത്തി കോലുണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയ സാധനം സെറ്റാവും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ എടുക്കുന്ന ചപ്പാത്തി കോലുണ്ടല്ലോ, അതെല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, നനവൊന്നും പാടില്ല. കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലേ ഇതൊക്കെ പെട്ടെന്ന് നാശവും, അതാണ്. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ പരത്തി. പിന്നെ ഒരു മോൾഡ്, ഞാൻ ചെറിയൊരു സ്റ്റാറാണ് ഇടുന്നത് കേട്ടോ, അത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി അതങ്ങനെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കുക്കീസിൻ്റെ ഷേപ്പ് അങ്ങനെ സ്റ്റാർ ഷേപ്പായിട്ട് ഞാൻ എടുത്തു. അപ്പം നമുക്ക് എല്ലാം ഇനി ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടോ, ഇതാണ്. ഇത് ഞാൻ പിന്നെ ബേക്ക് ചെയ്തത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തതാണ്. അപ്പം നല്ല അടിപൊളി കുക്കീസായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.